നമ്മുടെ മതത്തെ, നമ്മുടെ ആദർശത്തെ, നാം യോജിച്ചു പോകുന്നതായ ആ ജനക്കൂട്ടത്തെ തൗഹീദുമായി അള്ളാന്റെ കൽപ്പന അനുസരിച്ചിട്ട് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാന്റെ കയറിന്റെ ബേക്കിൽ നിങ്ങൾ പിടിച്ചു ഒന്നിച്ചു കൂടണം, ഒന്നിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ ഐക്യത്തെ തകർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന മനുഷ്യ ജിൻ പിശാചുകൾ വർദ്ധിച്ചു വരുന്ന യുഗമാണിത്, കാലമാണിത്. അതിനുള്ള മാധ്യമങ്ങൾ വർദ്ധിച്ചു വരുന്ന യുഗമാണിത്. പണ്ടുള്ള മാധ്യമങ്ങളല്ലോ ഇപ്പോൾ നെറ്റിലൂടെ, അതുപോലെ തന്നെ ചവറ്റുകൊട്ടയിലൂടെ, അതുപോലെ തന്നെ മറ്റ് ധാരാളം മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഓരോ നിമിഷത്തിൽ മനുഷ്യന്മാർ, റസൂൽ പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്, യക്ദിബുൽ കദിബ, ഒരു കളവ് അങ്ങോട്ട് പ്രചരിപ്പിക്കും, തബ്ലുഗുൽ ആഫാഖ്, ഉടനെ ലോകവ്യാപകമാകും. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒരു കളവ് സൗദി അറേബ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നിട്ട് ഒരാൾ പ്രചരിപ്പിച്ച് വിട്ടാൽ അതേ നിമിഷത്തിൽ ലോകവ്യാപകമാണ്, ആഫാഖിലേക്ക് എത്തുമെന്ന് റസൂൽ പണ്ട് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള യുഗം റസൂൽ പറഞ്ഞതുപോലെ നാം കാണാൻ, എന്നിട്ട് ഹദീസിനെ നിഷേധിക്കുകയാണ്. എടോ, ഇവൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ തന്നെ ധാരാളം ഖബറുൽ അഹാദ് അവൻ അംഗീകരിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്തതായ ഖബറുൽ അഹാദ് തള്ളാണ്. പിന്നെ എന്തിനാ നിസ്കരിക്കണ്ടല്ലോ, നിസ്കരിക്കുന്ന നമസ്കാരത്തിലുണ്ട് ഖബറുൽ അഹാദ്. യഥാർത്ഥത്തിൽ തനാഖുൽ അവരുടെ ആദർശത്തിൽ തന്നെ പരസ്പരം തനാഖുലാണ്, ഏറ്റുമുട്ടലുകളാണ് വരുന്നത്. എന്തുകൊണ്ട്? എവിടുന്ന് വന്നു? ഇൽമില്ല, അറിവില്ല, വിജ്ഞാനമില്ല, മൂക്കില്ല, നാട്ടിൽ മുതുമുക്കൻ രാജാവ് നമ്മൾ പറയാറുണ്ടല്ലോ എന്നതുപോലെ കുറേ ദീനുമായി ബന്ധമില്ലാത്ത ഹദീസ്, ഇൽമുൽ ഹദീസ് ആഴത്തിലിറങ്ങി പഠിക്കാൻ ചാൻസ് കിട്ടാത്ത വിഭാഗം ആയിപ്പോയി ഹദീസിൻ്റെ വക്താക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. അത് കാരണത്താലാണ് അപകടത്തിലേക്ക് പെട്ടുപോയത്. തീരെ ഇത് ഹദീസ് പഠിച്ചവർ കേരളത്തിലില്ല എന്നോ കേരളത്തിൽ പണ്ഡിതന്മാരില്ല എന്നും എനിക്ക് അഭിപ്രായമില്ല. അതൊക്കെയുണ്ട്. പക്ഷേ രംഗത്തിൽ ഇറങ്ങേണ്ടതുപോലെ ഇറങ്ങിയിട്ടില്ല, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് നാഥനില്ലാത്ത നായപ്പടകളെ പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് പല വിഭാഗവും എന്നത് ദുഃഖകരമാണ്. അത് മദീനയിൽ വെച്ചിട്ട് പഠിച്ചു പോകേണ്ട യാഥാർത്ഥ്യമാണ്. കാരണം ഇവിടെയാണ് അള്ളാഹു ഇറക്കിയത് ഖുർആൻ. ഇവിടെയാണ് അള്ളാഹ് പറഞ്ഞത് നിങ്ങൾക്ക് സ്വർഗം വേണമോ, എന്നാൽ റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിരന്നവർ ഈ മതത്തിൽ എങ്ങനെ ജീവിച്ചു അതുപോലെ ജീവിച്ചോ, അത് പഠിക്കണം. അത് ഖുർആനാണ് പറയുന്നത്. അത് ചേകനൂരിസ്റ്റിൻ്റെ ആൾക്കാരും അതുപോലെ മൂന്നൊക്തിൻ്റെ ആൾക്കാരും മനസ്സിലാക്കുകയാണെങ്കിൽ അറബികൾ മനസ്സിലാക്കിയതുപോലെ, സലഫ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ, ഇത് ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم. ومن يشاقق الرسول, രണ്ട് ഷിക്ക് എന്ന് പറഞ്ഞാൽ അറബ് ഭാഷയിൽ റസൂൽ ഒരു ഷിക്കിൽ നിങ്ങൾ ഒരു ഷിക്കിൽ, അതാണ് ومن يشاقق. മനസ്സിലായില്ലേ? റസൂൽ റൂട്ടിൽ നിങ്ങൾ റൂട്ടിൽ, റസൂൽ പോയ വഴിയിലല്ല നിങ്ങളെങ്കിൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, സന്മാർഗമേതാണെന്ന് പ്രകടമായി അറിഞ്ഞ ശേഷം വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിരന്നവരായ മുൻപന്മാരായ തൗറാത്തിലും ഇഞ്ചീലിലും വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹ് പണ്ട് തന്നെ പറഞ്ഞു വിട്ടവരായ അവസാന കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയുടെ ബേക്കിലണി നടക്കുന്ന ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ് ദാലിക മസലുഹും ഫി തൗറാത്ത് വമസലുഹും ഫിൽ ഇൻജീലി കസറഇൻ അഖറജ ശതഅഹു ഫആസറഹു ഫസ്തഖലല്ല ഫസ്തവ അലാ സൂഖി എന്നല്ലാഹ് വിശേഷിപ്പിച്ചതായ ആ സഹാബാക്കൾ, ആ മുമ്പന്മാര്, അവരെ നിങ്ങൾ പിൻപറ്റൽ നിർബന്ധമാണ്. അവരെ നിങ്ങൾ പിൻപറ്റിയില്ലെങ്കിൽ, അഥവാ അവരെങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ, അവരെങ്ങനെയാണ് ഖുർആൻ വിശദീകരിച്ചത് അതുപോലെ വിശദീകരിച്ചിട്ടില്ലെങ്കിൽ, അവരെങ്ങനെയാണ് ഖുർആനെ നടപ്പാക്കിയത് അങ്ങനെ നിങ്ങൾ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ എന്നർത്ഥം. അവർ ഈ ഖുർആന്റെ വിശദാംശമായിട്ട് സുന്നത്തിനെ എങ്ങനെ മനസ്സിലാക്കി, സുന്നത്തിന് എങ്ങനെ പ്രാധാന്യം നൽകി, സുന്നത്ത് എങ്ങനെ പ്രചരിപ്പിച്ചു, അഥവാ ഹദീസ് അതെങ്ങനെ പ്രചരിപ്പിച്ചു, അത് ആ സഹാബാക്കൾ പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കി പഠിപ്പിച്ച് അത് ജീവിതത്തിൽ ഫിറ്റാക്കിയിട്ടില്ലെങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവനെ പോകുന്ന വഴിയിലേക്ക് നാം തെളിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, നരകത്തിൽ അവനെ ചൂടുപിടിപ്പിക്കും. ഖുർആനാണ്. അപ്പോൾ ബുദ്ധിക്ക് ഈ ഇസ്ലാമിൽ വില നൽകുന്നത് അള്ളാഹിലേക്കെത്താൻ ആ ബുദ്ധി ഉപയോഗിച്ചാലാണ്, എന്നല്ലാതെ അള്ളാഹ് ഇറക്കിയ മതത്തെ ചേഞ്ചാക്കാൻ ആ ബുദ്ധി കൊണ്ട് പരിശ്രമിച്ചാലല്ല. അള്ളാഹ് ഇറക്കിയ മതത്തിൽ ചേഞ്ച് ചെയ്യാനല്ല ബുദ്ധി കൊണ്ട് നാം ബുദ്ധിയെ ഉപയോഗപ്പെടുത്തേണ്ടത്. ബുദ്ധി അള്ളാഹ് സൃഷ്ടിച്ചത് എന്തിനാണ്? وكأي من آية يمرون عليها وهم عنها مصرف وكأي من آية في السماوات وفي الأرض يمرون عليها وهم عنها معرضون. എത്ര ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് അവർ വിട്ട് കിടക്കുന്നത്. അവരിൽ ആകാശത്തിലും ഭൂമിയിലും കൂടിയായിട്ട് ആകാശത്തിൽ കാണുന്നു
ബുധക്കൻ്റെ അടിയിലൂടെ ഇപ്പോൾ ആഗോള ഭൂഗോള ശാസ്ത്രജ്ഞന്മാരെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് നമ്മോട് പറയുന്നുണ്ട് അത്ഭുതങ്ങൾ. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ അവർ കാണുന്നുണ്ട്. അതുപോലെ ഭൂമിയിലും അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. അവകളെ കണ്ടിട്ട് അവകളിലൂടെ ഏകയിലാഹായ റബ്ബിലേക്ക് എത്താതെ അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ആരാധന, അള്ളാഹിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം നേർച്ച, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം അറിവ്, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ജീവിതം, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം മരണം, അള്ളാഹിലേക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ പരമേൽപ്പിക്കേണ്ടത്, അള്ളാഹിലേക്ക് മാത്രമാണ് കേടപേക്ഷിക്കേണ്ടത് എന്ന കാര്യങ്ങളിലേക്ക്, തത്വത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. അവരതിൽ നിന്നിട്ട് പിന്തിരിഞ്ഞു കളയുന്നു എന്ന് അള്ളാഹു ബുദ്ധിയെ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത് അള്ളാഹിൻ്റെ കഴിവിക്കൽപ്പ്, അള്ളാഹുവിൻ്റെ അളമത്ത് ജലാലത്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നല്ലാതെ അള്ളാഹിൻ്റെ ദീനിൽ കൃത്രിമം വരുത്താൻ വേണ്ടിയല്ല. ഒരുത്തൻ പറയാണ് വിശുദ്ധ ഫുർഖാൻ അലീമിൽ കണ്ണേറോ, അത് ഖുർആൻ ഒരുത്തൻ പറയാണ് ഖുർആൻ അലീമിൽ ഉണ്ടെങ്കിൽ അംഗീകരിക്കൂല എന്ന്. പിന്നെ നീ എന്ത് മുസ്ലിമിടോ നീ? വിശുദ്ധ ഫുർഖാൻ അലീമിൽ അവൻ അതേ ഫുർഖാൻ അലീമിൽ തന്നെ ഞാനിവിടെ പറഞ്ഞിരുന്നു. അതേ ഫുർഖാൻ അലീമിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു എന്ത്? നീ ഒരു പെണ്ണിനെ നോക്കരുത്, പെണ്ണ് നിന്നെയും നോക്കരുത്, നിങ്ങൾ തമ്മിൽ അന്യരാണെങ്കിൽ. ഖുർആൻ പറയാണ് അല്ലേ? ഖുർആൻ പറയാണ്. അപ്പോഴോ എന്നിട്ട് അല്ലാഹു പറയാണ് അങ്ങനെ നിങ്ങൾ പരസ്പരം നോക്കുന്ന വേളയിൽ നിങ്ങൾക്ക് അതിലൂടെ ശിക്ഷയേൽക്കേണ്ടി വരും. നിങ്ങളുടെ ആ വികാരത്തോടു കൂടിയുള്ള നോട്ടം സംഭവിക്കുന്ന വേളയിൽ വയറുണ്ടോ, കണക്ഷനുണ്ടോ? ഇല്ല. അള്ളയാണത് പറയുന്ന ഖുർആനിൽ. കണക്ഷനും വയറൊന്നുമില്ലാതെ പെണ്ണിനെ നോക്കുമ്പോൾ നിനക്ക് എഴുതപ്പെട്ട് ഹറാം അവൻ ചെയ്തു എന്നത്. അള്ളാഹ് പറയുന്നു ഖുല്ലിൽ മുഅ്മിനീൻ യഗ്ദൂ മിൻ അബ്സാരിഹിം, മുസ്ലിം പുരുഷന്മാരോട് പറയുക അവരുടെ കണ്ണടക്കട്ടെ അന്യ സ്ത്രീകളെ തൊട്ട്. ഖുല്ലിൽ മുഅ്മിനാതി യഗ്ദൂന മിൻ അബ്സാരിഹിന്ന, മുസ്ലിം സ്ത്രീകളോട് പറയുക കണ്ണടക്കട്ടെ അന്യ പുരുഷന്മാരെ തൊട്ട്. എന്തിനാണ്? അഭിമാനത്തെ സംരക്ഷിക്കാൻ. ഇവിടെ ആ തെറ്റ് ചെയ്യുന്ന വേളയിൽ വല്ല വയറുണ്ടോ വല്ല കണക്ഷനുണ്ടോ ഒന്നുമില്ലാതെ നോക്കുമ്പോൾ തന്നെ നിന്നിൽ വികാരമളകുന്നു, അവളിൽ വികാരമളകുന്നു, അങ്ങനെയുള്ള സംഭവം ഉണ്ട് എന്ന് ഖുർആൻ സ്ഥാപിക്കുന്നു. അത് ചെയ്താൽ തെറ്റുമുണ്ട് എന്ന് പറയുന്നു. അത് തന്നെയാണ് ഹസദ്, അത് തന്നെയാണ് അസൂയ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ നന്മയെ അസൂയ കണ്ടുകൊണ്ട് നോക്കരുത്. അപ്പോൾ വികാര കണ്ടുകൊണ്ട് നോക്കുമ്പോൾ അത് തെറ്റായി മാറും പോലെ അസൂയ കൊണ്ടുകൊണ്ട് നോക്കുമ്പോൾ അത് തെറ്റായി മാറുന്നു. അതിലൂടെ കണ്ണേറുണ്ടാകുന്നു. അത് മറ്റുള്ളവർക്ക് ഫലിക്കുന്നതാണ്. അവൻ അതിന് ഹസാനത്ത് നൽകിയിട്ടില്ലെങ്കിൽ, അവൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫൽഖിയും റബ്ബുൻ നാസി ഓതിയിട്ടില്ലെങ്കിൽ, ദൈനംദിനം എല്ലാ നമസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതിയിട്ടില്ലെങ്കിൽ അവൻ അതിലൂടെ കോട്ടമുണ്ട്. നീ ആ കാണുന്ന വേളയിൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പദം ഉപയോഗിച്ചാൽ നീ പറയുന്ന പദത്തിൽ അപകടമുണ്ടാവില്ല. ആ അപകടത്തിൽ രക്ഷപ്പെടാൻ പറ്റും. എന്താണിത് ബുദ്ധിക്ക് യോജിക്കാൻ പ്രയാസം? മറ്റത് ബുദ്ധിക്ക് യോജിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ ബുദ്ധിക്ക് യോജിക്കാത്തത്? അവിടെ കണക്ഷൻ ഉണ്ടോ? അവിടെ നീ പെണ്ണ് ആണിനെ നോക്കിയപ്പോൾ, ആണ് പെണ്ണിനെ നോക്കിയപ്പോൾ, അതുപോലെ ഈ കണ്ണേറിലും കണക്ഷൻ നാം കാണുന്നതില്ലെങ്കിലും അവിടെ ബുദ്ധിക്ക് ഒരു വിലയുമില്ല. അള്ളാഹു ഖുർആനിൽ അതിലേക്ക് സൂചന നൽകിയതോടുകൂടി റസൂലുള്ള ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂൽ പറയുന്ന അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്, തീർന്നു. പിന്നെ അതിൻ്റെ വിപത്തിൽ പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ച ശൈലി, റസൂൽ പഠിപ്പിച്ച ശൈലി ഉപയോഗിക്കുക. അള്ളാഹ് ഖുർആനിൽ കൽപ്പിച്ചു ലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നാം റസൂൽ പഠിപ്പിച്ചു എന്ത്? നാം ഒരു നന്മ ഒരു മുസ്ലിമിൽ കണ്ടാൽ ബാറക്കല്ലാഹു ഫീക്, അള്ളാഹു നിനക്ക് ആ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ, ആ കാറിൽ ബർക്കത്ത് ചെയ്യട്ടെ, ആ കുട്ടിയിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് അവരോട് പറഞ്ഞുകൊണ്ടാണ് നീ നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കണ്ട ഉടനെ തന്നെ എന്തൊരു കാറടാ എന്ന് പറഞ്ഞാളരുത് എന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ പറയുമ്പോഴാണ് അസൂയയുടെ പറച്ചൽ വരിക, അസൂയയുടെ നോട്ടം വരിക. അതിൽ അപകടമുണ്ടാകുമെന്ന് അള്ളാഹ് പറയാ, റസൂൽ പറയാ. നീ ഇല്ലാന്ന് പറയാൻ നിനക്കാരുടെ അധികാരം തന്നത്? നിന്റെ ഉപ്പാന്റെ സ്വത്തായി ഈ മതം? നിന്റെ വാപ്പാന്റെ ഉമ്മയുടെ സ്വത്താണോ ഇത്? അല്ല, ഇത് അള്ളാന്റെ മതമാണ്. അള്ളാഹ് ഉണ്ടെന്ന് പറഞ്ഞ് തീർന്നു. നിന്റെ ബുദ്ധിക്ക് എന്താ വില? ബുദ്ധിക്കാണ് മതത്തെ വിട്ടുകൊടുക്കുന്നതെങ്കിൽ അവൻ്റെ ബുദ്ധി വേറെ, നിന്റെ ബുദ്ധി വേറെ, അവളുടെ ബുദ്ധി വേറെ, ഓരോരുത്തരുടെയും ബുദ്ധി വേറെ. പിന്നെ അവിടെ എന്തായിരിക്കും? മതം ഉണ്ടാവില്ല. ഓരോരുത്തരുടെ ബുദ്ധി അനുസരിച്ച് തീരുമാനിക്കലായിരിക്കും മതം. അതുകൊണ്ട് മക്കയിൽ മദീനയിൽ വന്നിട്ട് പോകുമ്പോൾ എന്തിനടോ ഹജറുൽ അസ്വദ് ചുംബിച്ചു, ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? എന്തിനടോ തല തടകി, ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? എന്തിനാ കാത് തടകി, ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? എന്തിനടോ കല്ലെറിഞ്ഞ്, എന്തിനടോ ഓടാൻ പറഞ്ഞു, എന്തിനടോ ഈ പൂതൂല് ധരിക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ആ ഇൽത്തിബാ എന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചു? ചോദ്യമില്ല. നീ അന്ധമായി നിന്റെ ദൂതരെ അനുകരിക്കുക എന്നത് നിന്റെ ബാധ്യതയാണ്. നിന്റെ ദൂതർ ചാടിയാൽ ചാടും, ഓടിയാൽ ഓടും, ചെയ്താൽ ചെയ്യും, പറഞ്ഞാൽ പറയും,
പ്രവർത്തിച്ചാൽ പ്രവർത്തിക്കും, കുടിച്ചാൽ കുടിക്കും, കറങ്ങിയാൽ കറങ്ങും, എറിഞ്ഞാൽ എറിയും. ഇത് നിന്റെ ബാധ്യതയാണ്. അതാണ് നമ്മുടെ നേതാക്കൾ മനസ്സിലാക്കിയത്. ഭൂമിയിൽ അന്നത്തെ ഭൂമിയിലുള്ള മുസ്ലിം ലോകത്തിൻ്റെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫയായ വേളയിൽ മക്കയിലേക്ക് പോയി തവാഫ് ചെയ്തപ്പോൾ ഹജർ അസ്വദിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞ മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് മനപ്പാടമില്ലാത്തവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. കാരണം നിങ്ങൾ ഉംറയ്ക്ക് വേണ്ടി വരുമ്പോൾ ക്ലാസ്സിൽ അത് കേട്ടിട്ടുണ്ടായിരിക്കും. കല്ലേ, നിനക്ക് നന്മയോ തനിമയോ ദുനിയാവിൽ ചെയ്യാൻ പറ്റൂല, നീ ഒരു സാധാരണ കല്ലാണ്. പക്ഷേ പരലോകത്തിലേക്ക് ഒരു പക്ഷേ ഹജറുൽ അസ്വദ് അടക്കമുള്ള എല്ലാ നാം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ പരലോകത്തിൽ നമുക്ക് ഒന്നൊരിക്കലോ അനുകൂല സാക്ഷി അല്ലെങ്കിൽ പ്രതികൂല സാക്ഷിയാകുമെന്ന് ഹദീസുകളുണ്ട്. അതിൽ നമുക്ക് എതിർപ്പില്ല. പക്ഷേ ഹജറുൽ അസ്വദിനോട് പറയാണ്, നിനക്കിപ്പോൾ ഞങ്ങളെ നന്മ ചെയ്യാൻ പറ്റില്ല, നീ കല്ലാണ്. ഞങ്ങൾ കല്ലുകാരുടെ കാഞ്ഞാരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കം പാമ്പ് വരെയുള്ള വസ്തുപൂജ വ്യക്തിപൂജ ഉപേക്ഷിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തിനാ പിന്നെ ചുംബിക്കുന്നു? അത് നമ്മൾക്ക് മറുപടിയാണ്. ആർക്ക്? ഈ ബുദ്ധിപൂജകന്മാർ വരാൻ പോകുന്നുണ്ട്. സംസമിനെ ആക്ഷേപിക്കുന്ന വിഭാഗം അറിവില്ലാത്തവരെ വരാൻ പോകുന്നുണ്ട്. ദീൻ പഠിക്കേണ്ടതുപോലെ ആഴത്തിലിറങ്ങി സുന്നത്ത് ഹദീസ് പഠിക്കാത്തവരെ വരാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് പാഠമാവാൻ വേണ്ടി ആ ദീർഘദൃഷ്ടിയുള്ളതായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, എന്ത്? കല്ലേ, എൻ്റെ ദൂതർ നിന്നെ ചുംബിക്കുന്നത് കണ്ടതുകൊണ്ട് ഞാൻ ചുംബിക്കുന്നു. അപ്പോൾ അവിടെ പ്രശ്നം എന്താണ്? ദൂതരെ അന്ധമായി അനുകരിക്കലാണ്. ദൂതർ കാട്ടിയോ കാട്ടന്നെ, ദൂതർ ചെയ്തോ ചെയ്യൻ. അവിടെ ചോദിക്കാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിൽ പോയി വന്നവർ നമ്മുടെ സദസ്സിലിരിക്കുകയാണ്. ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്നതായ ആ പള്ളിയാണ് നമ്മുടെ ആദ്യത്തെ ഖിബ്ല, അല്ലേ? അവർക്കറിയാം, പോയവർക്കും പോകാത്തവർക്കും അറിയാം. ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന ആ മസ്ജിദുൽ അഖ്സയാണ് നമ്മുടെ ആദ്യത്തെ ഖിബ്ല. പക്ഷേ ആദ്യത്തെ ഖിബ്ല ബൈത്തുൽ മഖ്ദിസ് ആണ് എന്ന് ഖുർആൻ പറയുന്നുണ്ടോ? ഉണ്ടോ? പ്രബോധകന്മാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ കൂടെ, അറിയേണ്ടതാണല്ലോ. നമ്മുടെ മൂന്ന് വക്തുകാരെ ഹദീസ് നിഷേധികളൊക്കെ പറയാറുണ്ടല്ലോ. എന്നാൽ ഖുർആനിൽ അല്ലാഹ് വ്യക്തമായിട്ട് നിങ്ങൾ മുമ്പ് മുന്നിട്ട ഖിബ്ല അത് ബൈത്തുൽ മഖ്ദിസ് ആണെന്ന് പറയുന്നില്ല. ഒമാ ജഅൽനൽ ഖിബ്ലത്തല്ലതീ കുൻത അലൈഹ, നിങ്ങൾ പണ്ട് മുന്നിട്ടിരുന്നതായ ഖിബ്ലയിലേക്ക് ഞാൻ എന്തിനാണ് നിങ്ങളോട് മുന്നിടാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതല്ലാതെ എവിടേക്കായിരുന്നു നിങ്ങൾ മുന്നിട്ടത് എന്ന് ഖുർആൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എവിടെയായിരുന്നു റസൂല് മുന്നിട്ടത് എന്നത് പഠിപ്പിക്കാൻ എന്ത് വേണം? റസൂല് തന്നെ വേണം, റസൂലിന്റെ ഹദീസ് തന്നെ വേണം. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ആ ബൈത്തുൽ മഖ്ദിസിലേക്ക് നാം മുന്നിട്ടു. അങ്ങനെയുള്ളതായ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി സൂചന നൽകി കാണും. അതുകൊണ്ട് തന്നെയായിരിക്കാം റസൂൽ ഇങ്ങനെ ആകാശത്തിലേക്ക് തല പൊക്കി ഇങ്ങനെ ജിബ്രീലിന്റെ വരവേൽപ്പിനെ കാത്തിരിക്കുകയാണ്, അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ്? ആ നിയമം മാറും എന്ന പ്രതീക്ഷ കൊണ്ട് ആ വിട്ടൊഴിവാക്കി വന്ന ജന്മഭൂമിയായ മക്കയിലുള്ള വിശുദ്ധ കഅബ, ഇബ്രാഹിം അലൈഹിസ്സലാം കെട്ടിയ കഅബ, ഇന്ന അവ്വല ബൈത്തുൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാകുന്ന മഖാം ഇബ്രാഹിം സ്ഥിതി ചെയ്യുന്ന, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ വിശുദ്ധ കഅബ സ്ഥിതി ചെയ്യുന്ന ആ കഅബയിലേക്ക് മുന്നിട്ടിട്ട് നമസ്കരിക്കാൻ പൂതിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടേ ഇരുന്ന വാർത്ത ഖുർആൻ പറയുന്നുണ്ട്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ ഫവല്ലി വജ്ഹക ഖിബ്ലൽ മസ്ജിദിൽ ഹറാം. നിങ്ങൾ ആകാശത്തിലേക്ക് മുന്നിട്ടുകൊണ്ട് റബ്ബിനോട് ഇങ്ങനെ അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമസ്കാരമല്ലാത്ത സമയത്ത് ആകാശത്തിലേക്ക് തല പൊക്കാം, ആകാശത്തിലേക്ക് കണ്ണു പൊക്കാം. എവിടെയല്ലാതെ നമസ്കാരത്തില്ല, നമസ്കാരത്തിൽ താഴെയായിരിക്കണം. അത് ഖുനൂത്ത് താഴെ തന്നെയാണ്. തല കണ്ണ് പൊക്കാൻ പാടില്ല, വിരോധിച്ചതാണ്. മസ്ജിദിലും പഠിച്ചോളി, നിയമം പഠിച്ചോളി. മനസ്സിലായില്ലേ? അപ്പോൾ റസൂലുള്ളാഹി അങ്ങനെ കാട്ടിയിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഇന്ന് മുതൽ ആയത്തിറങ്ങിയത് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? വിശുദ്ധ മസ്ജിദുൽ ഹറാമിലേക്ക് അഥവാ കഅബയിലേക്ക് ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾ മുന്നിടേണ്ടത് കഅബയിലേക്ക് തന്നെയാണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ തേള് കണ്ടു. അപ്പോൾ തേളിനെ കൊല്ലേണ്ടി വന്നു. അവിടെ നിർബന്ധിതാവസ്ഥയിൽ തേളിനെ കൊല്ലാൻ പോകുമ്പോൾ ഖിബ്ല മാറാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഫുഖഹാക്കൾ പറയുന്ന കാണാം. അത് ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ നിർബന്ധിതാവസ്ഥയിൽ പെട്ടുപോവുകയാണ് ണെങ്കിൽ ഖിബ്ല മാറരുത്. എന്തുകൊണ്ട്? ഖിബ്ലയിലേക്ക് മുന്നിടൽ നമസ്കാരം സ്വീകരിക്കപ്പെടാൻ നിബന്ധനയാണ് എന്നതുകൊണ്ട്. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കുക. അപ്പോൾ നിർബന്ധിതാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞത് പ്ലെയിന് പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലെയിനിൽ ഇങ്ങനെ കാണാണ്. ഏത് സൗദി അറേബ്യൻ പ്ലെയിൻ ആണെങ്കിൽ മറ്റു പ്ലെയിനെ കുറിച്ച് എനിക്കറിയില്ല. എന്ത് കാണും? എവിടെയാണ് കഅബമുള്ളതെന്ന് ഇങ്ങനെ കാണും സ്ക്രീനിലൂടെ, അല്ലേ? അപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ കൈകെട്ടുന്ന വേളയിൽ കഅബത്തിന്റെ ഭാഗത്തേക്ക് മുഖമാക്കിയിട്ട് കൈകെട്ടാം.
ബാക്കിയുള്ള ഭാഗം പിന്നെ ശ്രദ്ധിക്കേണ്ടില്ല. ആ കൈകെട്ട് സമയത്തും മാത്രം മതിയാകും. പിന്നെ പ്ലെയിൻ അങ്ങും പോയിക്കൊണ്ടിരിക്കും, നമ്മൾക്ക് അതനുസരിച്ച് കാട്ടാൻ പറ്റുമല്ലോ നിസ്കരിക്കുന്ന വേളയിൽ. അത് അനുവദനീയമാണ്. അതാണ് നിർബന്ധിതാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ നിയമം അറിഞ്ഞതായ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ തന്നെയായിരുന്നു. പല പാഠങ്ങളും നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ട്. മദീനത്തെ പള്ളി, നാം ഈ കാണുന്ന മസ്ജിദുൽ നബവി, റസൂലുള്ളാഹി മദീനയിലേക്ക് 1433 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബീഉൽ മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസത്തിൽ കടന്നു വന്നത് ഖുബയിലേക്കാണ്. അവിടെ പള്ളി കെട്ടുകയുണ്ടായി. ആ പള്ളി കെട്ടിയതായ വേളയിൽ ആ പള്ളിയുടെ ഖിബില മസ്ജിദുൽ അഖ്സയിലേക്കാണ്. പിന്നെ മദീനയിലേക്ക് വന്നു. മദീനയിലും റസൂലുള്ളാഹി പള്ളി കെട്ടി. ആ പള്ളിയുടെ ഖിബിലയും മസ്ജിദുൽ അഖ്സയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ സന്ദർശിക്കാൻ പോയ ഖിബലത്തൈൻ എന്ന് പറയുന്ന പള്ളി മാത്രമല്ല 2 ഖിബലയുടെ പള്ളി. പിന്നെയോ മസ്ജിദുൻ നബവിയും 2 ഖിബലയുടെ പള്ളിയാണ്. മസ്ജിദുൽ ഖിബലത്തൈനിയാണ്. മസ്ജിദ് ഖുബയും മസ്ജിദ് ഖിബലത്തൈനിയാണ്. അതും കൂടി പഠിച്ചോളി, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അതിന് മാത്രം പേര് വെക്കപ്പെട്ടു? അത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന മധ്യ 2 ഖിബലയിലേക്ക് മുന്നിട്ടു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് തന്നെ ആ പേരിൽ പ്രശസ്തിയുള്ളതായത്. അല്ലാതെ ഈ പള്ളികൾ ഖിബ്ലത്തൈൻ പള്ളിയാവൽ അല്ലാത്തത് കൊണ്ടല്ല പറഞ്ഞു വരുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം സഹിഹായ റിപ്പോർട്ട്, പ്രത്യേകിച്ച് ചരിത്രത്തിൽ വന്നതല്ല, ചരിത്രത്തിൽ വന്ന റിപ്പോർട്ടുകളിൽ റസൂൽ അവിടെ നിസ്കരിച്ചപ്പോൾ എന്ന് പറയുന്നതായിട്ട് കാണാം. ഇബ്നു സഅദിനെ പോലത്തവർ അവരുടെ താരീഖിൽ അത് യഥാർത്ഥത്തിൽ ആ അഭിപ്രായത്തെയല്ല നമ്മുടെ നേതാക്കൾ അംഗീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ, 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും ഈ ഹദീസിനെ പറയുമ്പോൾ ഒരു വ്യക്തി തന്നെ, ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിലൊക്കെ ചർച്ചയ്ക്ക് വിധേയമായ വിഷയങ്ങളാണിത്. ഒരു വ്യക്തി മാത്രം സ്വീകാര്യോഗ്യവാനായ, കള്ളം പറയാത്ത, നീതി പുലർത്തുന്ന, തട്ടിപ്പ് നടത്താത്ത, വെട്ടിപ്പ് നടത്താത്ത, വഞ്ചന ചെയ്യാത്ത, ഹദീസ് പഠിച്ച് മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി വന്നിട്ട് മറ്റൊരു വ്യക്തിയോട്, ഒരു താബിഈ വന്നിട്ട് മറ്റൊരു താബിയോട് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ അത് സ്വീകാര്യോഗ്യമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആൻ്റെ ആയത്ത് ഉദ്ധരിച്ചതിൻ്റെ ശേഷം നിങ്ങളിലേക്ക് ഒരു ഫാസിഖ് വന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു വാർത്ത പറഞ്ഞാൽ, നിങ്ങളത് ശരിയോ തെറ്റോ എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉൾക്കൊണ്ടോളീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ തെളിവ് പറഞ്ഞ ശേഷം പിന്നെ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുകളും നമ്മുടെ പടുകൂറ്റൻ പണ്ഡിതന്മാരായ 18ഓളം മുജ്തഹിദുകളായ ഇമാമികളും അംഗീകരിച്ച മറ്റൊരു തത്വമാണ് എന്ത്? ഒരു റിപ്പോർട്ടകൻ മറ്റൊരു റിപ്പോർട്ടകരിലേക്ക് ഒരു ഹദീസിനെ റിപ്പോർട്ട് ചെയ്താൽ ആ 2 വ്യക്തിയും സ്വീകാര്യോഗ്യവാന്മാരാണെങ്കിൽ മതി. എന്തുകൊണ്ട് മതി? റസൂലുള്ളാഹിനോട് കൂടി ബനൂ സലമ ഗോത്രക്കാരനായ ഒരു സഹാബിയാണ് നബിയുടെ ബേക്കിൽ ഖിബില മാറിയ ശേഷം പുതിയ ഖിബിലയിലേക്ക് നമസ്കരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കോവർ കഴുതയിൽ കയറിയിട്ട് അദ്ദേഹം എവിടേക്ക് പോയി? അദ്ദേഹത്തിൻ്റെ നാടാകുന്ന ബനൂ സലമയിലേക്ക് പോയി. അതാണ് മസ്ജിദുൽ ഖിബലത്തൈൻ ഇപ്പോൾ ഉള്ളതായ സ്ഥലം. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ നമസ്കരിക്കുന്നത് മസ്ജിദുൽ അഖ്സയിലേക്ക് മുന്നിട്ടിട്ടാണ്. അദ്ദേഹം പള്ളിയുടെ പുറത്തു നിന്നുകൊണ്ട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ സഹാബാക്കളെ, റസൂലുള്ളാഹി ഇപ്പോൾ ഖിബില മാറിയത് കാരണത്താൽ റസൂലുള്ളാഹിയുടെ ബേക്കിൽ ഞാൻ കഅബയിലേക്ക് മുന്നിട്ട് നമസ്കരിച്ചു വന്നതാണ് അത് എന്ന് പറഞ്ഞപ്പോൾ അതേ സന്ദർഭത്തിൽ അതേ നിമിഷത്തിൽ തന്നെ ഇമാമും മൗമൂമും ദാറൂനാം ഹദീസിൽ കറങ്ങി ഇപ്പോൾ ഉള്ള ഖിബലയിൽ നിന്നിട്ട്, അഥവാ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഖിബലയിൽ നിന്നിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് നേരെ ഓപ്പോസിറ്റ്. മസ്ജിദുൽ അഖ്സ ഈ ഭാഗത്താണ്, മസ്ജിദുൽ ഹറാം ഈ ഭാഗത്താണ്. ഇത് തെക്കാണെന്ന് പറയുമ്പോൾ പ്രയാസമില്ലല്ലോ. കേരളക്കാർക്ക് കേരളത്തിൽ നിന്ന് വരുമ്പോൾ പ്രയാസം ഉണ്ടാവും. കാരണം കേരളക്കാർ പടിഞ്ഞാറോട്ടാണ് മുന്നിടുക കഅബയിലേക്ക്. ഇവിടെ തെക്കോട്ടാണ് കഅബയുള്ളത്. നമ്മുടെ നാട്ടിൽ പടിഞ്ഞാറോട്ടാണ് കഅബയുള്ളത്. അപ്പോൾ ഇവിടുന്ന് തെക്കോട്ട് മുന്നിടുന്നു, മനസ്സിലായില്ലേ? ഇത് വടക്കാണ്. ഇവിടെയാണ് എന്ത്? മസ്ജിദുൽ അഖ്സ. നേരെ ഓപ്പോസിറ്റ്, നേരെ വിപരീതം. അവർ ഒരേ നമസ്കാരത്തിൽ ചേഞ്ചായി എന്നതാണ്. ഈ ചേഞ്ചായ വാർത്ത ഒരു സഹാബി കൊടുത്തപ്പോഴാണ് സഹബാക്കൾ ആ സകലം ആ നിയമത്തെ മാറ്റിയത്. ഇങ്ങനെ ഒരാൾ പോയി പറഞ്ഞ വാർത്തയെ ദീനിൻ്റെ നിയമമായി നടപ്പാക്കി സഹാബാക്കൾ, അത് ശരിയായില്ല, ഒരാളത് കേട്ട പോരാ എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. റസൂൽ ജീവിച്ച കാലത്താണ് സംഭവിക്കുന്നത്. അത് ഒരാൾ മതി എന്ന് ഈ സ്വീകാര്യോഗ്യവാന്മാരാണെങ്കിൽ മതി. ഇനി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സംസം തള്ളാണെങ്കിൽ, ദജ്ജാലിൻ്റെ റിപ്പോർട്ടുകൾ തള്ളാണെങ്കിൽ, ഈസാ നബി ദുനിയാവിലേക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ തള്ളുകയാണെങ്കിൽ, ഖിയാമത്താൻ്റെ അലാമത്തുകളൊക്കെ തള്ളാണെങ്കിൽ കുളിപ്പിച്ച് കുട്ടിയില്ലാതെയായി മാറും. പിന്നെ അവസാനം ചേകന്നൂരന്മാരെ മാതിരി നിസ്കരിക്കാൻ പറ്റാതെ, അവർക്ക് നിസ്കരിക്കാൻ അറിയില്ല. എന്തുകൊണ്ട്? ഖുർആനിൽ റുക്കുവും റക്കാത്തൊന്നും പറയുന്നില്ലല്ലോ. ഖുർആനിൽ പറയുന്ന ശൈലി അനുസരിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെ നിസ്കരിക്കുക? അതുകൊണ്ട് തന്നെ അവർക്ക് 4 കോലാണ് നിസ്കാരത്തിന്. ചില ആൾക്കാർക്ക് 5, ചിലർ 5 ആക്കി മാറ്റിയിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ കോലം. സുജൂദ് നേർക്കുന്ന സുജൂദിലില്ല, എഅ്തിദാലില്ലാതെ നൃത്തത്തുനിന്ന് ഒരു വീഴലാണ്, താഴേക്ക് നൃത്തത്തുനിന്ന് ഒരു വീഴലാണ്, എഅ്തിദാലില്ല നിസ്കാരത്തിൽ, മനസ്സിലായില്ലേ? അങ്ങനെ പ്രഹസനം, കളിയാക്കൽ. അതുകൊണ്ട് മതം പൊട്ടിയ
മതത്തിലിട്ട് പുറത്തു പോയ വിഭാഗത്തെ നിസ്കാരത്തിൻ്റെ ശരിയാണത്. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു? മക്കയിലും മദീനയിലും പരിസരത്തിലും ഇറങ്ങിയതായ ഖുർആനിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഖുർആൻ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റൂല. ഖുർആൻ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റൂല. അതിനൊരു തെളിവ് കൂടി നിങ്ങൾ കേട്ട് കഴിഞ്ഞു അല്ലേ? അതുപോലെ ധാരാളം തെളിവുകൾ ഖുർആനിലുണ്ട്. നിങ്ങൾ കണ്ട കിനാവ് എന്തായിരുന്നു? കിനാവ് അത് റസൂലാ പറഞ്ഞത് എന്തായിരുന്നു കിനാവ്? ഖുർആൻ പറയുന്നുണ്ട്, ഒമാ ജഅൽനാ റുയല്ലത്തി അറൈനാകഹ അല്ലേ? ഖുർആനിലുണ്ട്. അത് ഖുർആൻ പറയുന്നില്ല എന്താണ് കിനാവ്. അത് ഉദാഹരണം മാത്രമാണ്. അങ്ങനെ പല രംഗങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. അൽ-ലബീബു ബിൽ ഇശാറത്തി യഫ്ഹമു എന്ന് അറബി പഴമൊഴിയുണ്ട്. ബുദ്ധിശാലിക്ക് ബുദ്ധിജീവിക്ക് സിഗ്നൽ മതിയെന്ന്. ബുദ്ധിജീവിക്ക് സിഗ്നൽ മതി. നിങ്ങൾ സിഗ്നൽ കേട്ട് കഴിഞ്ഞു, ബാക്കി നിങ്ങൾ പൂർത്തിയാക്കിക്കോളീൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാന ഭാഗങ്ങൾ, ഇവിടെ ഇറങ്ങിയതായ ഹദീസ്, അതുപോലെ ഇവിടെ ഇറങ്ങിയതായ ഖുർആനെ പറഞ്ഞറിയിക്കേണ്ടതല്ലോ. ഖുർആൻ നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഉണ്ടായാൽ നമ്മൾ പേര് മാറ്റി വെക്കേണ്ടി വരും, മുഹമ്മദ് ശേഖരനായി മാറും. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം ചർച്ചയ്ക്ക് വിധേയമായ വിഷയങ്ങളിൽ നിന്നിട്ട് നാം രക്ഷപ്പെടുക, എന്നിട്ട് അതിൽ ചർച്ചയില്ലാത്ത രൂപത്തിലേക്ക് നാം എത്തി മരിക്കുന്നത് വരെ നമ്മുടെ ഈമാനെ സംരക്ഷിക്കുക. ഈമാനോടുകൂടി മരിച്ച് റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിരന്നുകൊണ്ട് അവരുടെ ശഫാഅത്തിൽ കൊണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി കണ്ടെത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് പണ്ടൊക്കെ നാം പറയാറുണ്ടായിരുന്നത് അള്ളാഹിനോടേ പ്രാർത്ഥിക്കാവൂ എന്നതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല 437 തവണ ഖുർആനിൽ പറഞ്ഞ വിഷയമാണ് ഈമാൻ എന്നതാണ്. അതൊക്കെ ഇപ്പോൾ ഇത് പല സദസ്സിലും പറയൽ കുറച്ചിരിക്കുകയാണ് ഞാൻ. എന്തുകൊണ്ട്? അവിടുന്നൊക്കെ ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. അവിടേക്കൊക്കെ എത്തിയവർ തന്നെ ബേക്കോട് പോകുന്ന സമ്പ്രദായം നാം കണ്ട് വേദനിച്ച് കണ്ണുനീരല്ല ചോര ഒലിപ്പിക്കണം കണ്ണിൽ. അങ്ങനെയുള്ള യുഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ചോര വെള്ളത്തിന് പകരം. അള്ളാഹു നമ്മുടെ സമൂഹത്തെ സത്യത്തിലേക്ക് മടക്കട്ടെ, സന്മാർഗത്തിലേക്ക് മടക്കട്ടെ. ഇതിനൊക്കെ വേണ്ടത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് ഒരു കാര്യമുണ്ട്. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ ഉചിതമേ അല്ല, യോജിച്ചതേ അല്ല, അല്ലാഹ് പറഞ്ഞു റസൂൽ പറഞ്ഞു എന്ന് കേട്ടാൽ, അല്ലാഹ് പറഞ്ഞു തീർന്നു. അവർ പരിപൂർണമായി അള്ളാഹു പറഞ്ഞതിലേക്ക് എന്ത് ചെയ്യുക? കീഴടങ്ങുക. റസൂൽ പറഞ്ഞതിലേക്ക് എന്ത് ചെയ്യുക? അനുസരിക്കുക. തീർന്നു. നിനക്കതിൽ ചിന്തിക്കാനുള്ള അവകാശവും അധികാരവും അല്ലാഹ് നൽകിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മദീന ഒക്കെ പഠിപ്പിക്കുന്ന പ്രധാന പോയിന്റാണ്, ഇവിടെ ജീവിച്ച സഹാബാക്കളുടെ ബാക്കിൽ അണിനിരന്ന് ജീവിക്കണം. അപ്പോൾ എന്ത് വേണ്ടി വരും? ചെറുപ്പത്തിലേ കുട്ടികൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴും 1-ാം ക്ലാസ്സിലും എവിടെയും സൗദി അറേബ്യയിൽ കാട്ടും പോലെ സൗദി അറേബ്യയിൽ 1-ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നത് ഇസ്ലാമിക് ഹിസ്റ്ററി. കുട്ടികൾക്ക് ഇസ്ലാമിക് ഹിസ്റ്ററി. റേഡിയോ പരിപാടികളിൽ അത് പല റേഡിയോകളുണ്ട്. ഏത് റേഡിയോ പരിപാടികൾ നോക്കിയാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹിസ്റ്ററി പറയാത്ത ദിവസങ്ങൾ കുറവാണ്, പ്രോഗ്രാം ഇല്ലാത്ത ദിവസങ്ങൾ കുറവാണ് സൗദി അറേബ്യയിൽ. ഇവിടെ പഠിപ്പിക്കുന്ന മനഹജിൽ 1-ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് ഇസ്ലാമിക് ഹിസ്റ്ററി, സഹാബാക്കളുടെ ചരിത്രം. ആരാണ് അബൂ ഹുറൈറ, ആരാണ് സഅദ് ഇബ്നു അബി വഖാസ്, ആരാണ് നമ്മുടെ നേതാക്കൾ, ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം കുട്ടികൾ അവർ യൂറോപ്പിൽ പോവട്ടെ, അമേരിക്കയിലേക്ക് പോവട്ടെ, എവിടെ പോയാലും ബഹുഭൂരിപക്ഷം അവരുടെ ആ തഅ്സീൽ കിട്ടിയ ആ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയ തത്വത്തിൽ നിന്നിട്ട് പതരാത്തെ ചിതരാത്തെ മടങ്ങി വരാൻ അവർക്ക് സാധിക്കുന്നു. എത്രയോ സൗദി കുട്ടികളെ എനിക്ക് പരിചയമുണ്ട്. ഞാനിവിടെ 41 കൊല്ലം ജീവിക്കുന്ന ആളും സൗദി കുടുംബവുമായി ബന്ധപ്പെട്ട ആളും എൻ്റെ കുടുംബം തന്നെ സൗദികളുമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എത്രയോ സൗദി കുട്ടികൾ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് താടി ഇല്ലാതെ പോയിട്ട് ഇത്ര വലുപ്പമുള്ള താടിയുമായി പ്രബോധകന്മാരായി വന്നിട്ട് സ്റ്റാറമാരായി വർക്ക് ചെയ്യുന്നവരെ എനിക്ക് പരിചയമുണ്ട്. സ്റ്റാറമാരായി വർക്ക് ചെയ്യുകയാണ്. അവർ പോയത് താടിയില്ലാതെ മതവുമില്ലാതെ പോയി മടങ്ങി വരുമ്പോൾ ദീനിൽ ആവേശമുള്ളവരായി. കാരണം അങ്ങനെയാണ് അവിടെ കാണുന്നത്. അവിടെ കാണുമ്പോൾ നമ്മുടെ മതത്തെ ഒന്ന് താരതമ്യേന പഠനം നടത്തി നോക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പറഞ്ഞതുപോലെ, 2 ദിവസം മുമ്പ് നടത്തിയ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഓസ്ട്രേലിയയിൽ നിന്നിട്ട് കിട്ടിയ വിവരം, ഒരു ദിവസത്തിൽ 6 പേര് വീതം മുസ്ലിം ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ചുരുങ്ങിയ എണ്ണം. ഒരു ദിവസത്തിൽ 6 പേര് വീതം. മറ്റൊരു സുഹൃത്ത് ജർമ്മനിൽ നിന്നിട്ട് വന്നു, എൻ്റെ വീട്ടിൽ വന്നു. സന്ദർശിച്ച വേളയിൽ അദ്ദേഹം പറഞ്ഞു, എന്ത് അവിടെയുള്ളതായ പുതു മുസ്ലിങ്ങളായി വരുന്നവരുടെ ആവേശം. അദ്ദേഹം വന്ന സന്ദർഭത്തിൽ -24 അവിടുത്തെ തണുപ്പ്, അഥവാ 0ന്റെ താഴെ 24 തണുപ്പ്. പുതു മുസ്ലിങ്ങളായി കടന്നു വന്ന സ്ത്രീ പുരുഷന്മാരടക്കം
ഞങ്ങൾ താമസിക്കുന്ന പട്ടണത്തിൽ പള്ളിയില്ലാത്തത് കൊണ്ട് പള്ളിയുള്ളതായ പട്ടണത്തിലേക്ക് അർദ്ധരാത്രി തന്നെ ഉണർന്നുകൊണ്ട് ട്രെയിന് കയറി നമസ്കരിക്കാൻ പോവുകയാണ് മൗലവി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കരഞ്ഞുപോയി. നമ്മുടെ മുമ്പിൽ എത്ര പള്ളികൾ, നമ്മുടെ മുമ്പിൽ തന്നെ എത്ര നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ, ജുമാ മസ്ജിദുകൾ നമ്മുടെ മുമ്പിൽ തന്നെ. മക്കയിലും മദീനയിലുമാണെങ്കിൽ ഹറമുകൾ. പോകാൻ ആ സമയത്ത് എണീക്കാൻ ആവശ്യമില്ലാത്ത തറവാട്ട് മുസ്ലിം, പാരമ്പര്യ മുസ്ലിം, പുതു മുസ്ലിങ്ങൾ ആയി വരുന്നവരുടെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിയിരുന്നു, ഞാൻ പ്രയാസപ്പെട്ടിരുന്നു. അത് നമുക്കെല്ലാവർക്കും പ്രയാസമുള്ള കാര്യമാണ്. നാം ഇവിടെ മക്കയിൽ വരുന്നു, മദീനയിൽ വരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എല്ലാ ഹാജിമാരുള്ള ക്ലാസ്സിൽ പറയും, ഹജ്ജ് കഴിഞ്ഞാൽ പലിശ ഹാജി. ഹാജിയാരുടെ പേരേ പലിശ ഹാജി, റാക്ക് ഹാജി, കള്ള ഹാജി, ടാക്കീസ് ഹാജി. ഞാനൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹാജിമാർക്ക് ക്ലാസ് എടുത്തപ്പോൾ ഈ വാർത്ത പറഞ്ഞു. കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളക്കാരൻ ഒരു ആചാര്യ വന്ന് പറയാണ്, മൗലവി ഞങ്ങളുടെ നാട്ടിലുണ്ട് പലിശ ഹാജി, അദ്ദേഹത്തെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു അതുപോലെയുള്ള എല്ലാവരും അതിൽ പെട്ട അയാൾ മാത്രമല്ല. കേട്ടില്ലേ? എന്തെങ്കിലും പറയല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുന്ന് പഠിച്ച തത്വം ജീവിതത്തിൽ പകർത്താൻ സാധിക്കുക എന്നത് നമ്മുടെ നേതാക്കളിലൂടെ നാം പഠിക്കേണ്ടതാണ്. ഷാഫി ഇമാം മക്കക്കാരനാണ്. ജനിച്ചത് ഗസയിലാണ്. ഗസ എന്ന് പറയുന്ന നാടുണ്ടല്ലോ, പ്രയാസമുള്ള നാട്. അവിടെയാണ് ജനിച്ചത്. അദ്ദേഹം നാടതല്ല, ഉമ്മ അവിടേക്ക് എത്തുമ്പോൾ അവിടെ പ്രസവിച്ചു എന്നുള്ളതാണ്. നാട് മക്കക്കാരനാണ് ഇമാം ഷാഫി. അറിയല്ലോ, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി അൽ മുത്തലിബിയാണ് അദ്ദേഹം. മുത്തലിബ് കുടുംബക്കാരനാണ്. ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിലുമാണ് പഠിക്കാൻ വേണ്ടി വന്നത്. മദീന യൂണിവേഴ്സിറ്റി ഉണ്ടോന്ന്? ഉണ്ട്. മദീന യൂണിവേഴ്സിറ്റി, അന്നത്തെ യൂണിവേഴ്സിറ്റി, റസൂലുള്ള തുറന്നു വെച്ച യൂണിവേഴ്സിറ്റി. അതാണ് മസ്ജിദുൻ നബവി. അതാണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാകുന്ന സ്വർഗത്തോപ്പ്. അതാണ് മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീട്ടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും മധ്യത്തിലുള്ള സ്ഥലം. അതാണ് കൂട്ടരെ സ്വർഗത്തോപ്പ്. അതാണ് ലോക മുസ്ലിങ്ങൾക്ക് മദീനയിൽ വരട്ടെ വരാതിരിക്കട്ടെ സ്വർഗം കണ്ടെത്താനുള്ള മാനദണ്ഡം, സ്വർഗത്തിലേക്ക് എത്താനുള്ള റൂട്ട്, സ്വർഗത്തിലേക്ക് പോകാനുള്ള പാലം. ആ സ്വർഗത്തോപ്പിലേക്കാണ് മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി മക്കയിൽ നിന്ന് വന്നത്. എൽമുള്ളവരിലേക്ക് പോയി എൽമ് പഠിച്ച് എൽമ് കണ്ടെത്തി എൽമിൽ ആഴത്തിലിറങ്ങി പഠിച്ചതിന് ശേഷമല്ലാതെ ഈ മതം പ്രചരിപ്പിക്കാൻ പറ്റൂല, ഈ മതം മനസ്സിലാക്കാൻ പറ്റൂല എന്നത് അവർ മനസ്സിലാക്കിയതുപോലെ നാമും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ബുദ്ധിപൂജകന്മാരായിട്ട് നമ്മുടെ ദീനിലേക്ക് ചേർത്ത് പറയുന്ന മനുഷ്യന്മാർ ആവുകയില്ലായിരുന്നേനെ. എന്തുകൊണ്ട് ബുദ്ധിപൂജകന്മാരായി മാറുന്നു? ഹദീസില്ല, ആയത്തില്ല, അന്വേഷിക്കാൻ ടൈമില്ല, ധൃതി പിടിച്ച ടൈമല്ലേ. അപ്പോൾ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് ദീനുണ്ടാക്കുക, മതം ഉണ്ടാക്കുക. അതാണ് സംഭവിക്കുന്നത്. ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി പറയണം, ഇല്ലെങ്കിൽ ആളെടുക്കൽ കൊള്ളരുത്താത്ത ആളായ മാളല്ലോ. എന്തൊരു മനുഷ്യൻ, എന്ത് ചോദ്യം ചോദിച്ചാലും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെയാണ് ഈ അറിവില്ലാത്തവരിലൂടെ ദീനുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അപകടം. ജഹാലത്ത് ജനങ്ങളിൽ പ്രചരിക്കും, അതോടുകൂടി നരകപ്പുള്ളികളെ വർദ്ധിപ്പിക്കും, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ദായികളായി മാറും ആ വിഭാഗമെന്ന് ഖിയാമത്ത് നാളിൽ വരാൻ പോകുന്ന ഈ വിഭാഗത്തിലേക്ക് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സൂചന നൽകിയിട്ടുണ്ട്. മദീന പഠിപ്പിക്കുന്ന പാഠം, മക്ക പഠിപ്പിക്കുന്ന പാഠം ഉൾക്കൊണ്ടു പോകണമെന്ന് പറയുമ്പോൾ അത് വിശാലമായ പാഠമാണ്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ഖിബില മാറണമെന്ന നിയമം വന്നപ്പോൾ ഉടനെ എന്ത് ചെയ്തു? മാറ്റി. അത് രണ്ടാമത്തെ പോയിന്റാണ്. ഏത്? ഒരാളുടെ റിപ്പോർട്ട് സ്വീകാര്യയുഗമാണ്, അദ്ദേഹം അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ എന്ന തത്വം പഠിച്ചതോടൊപ്പം മറ്റൊരു തത്വം നാം എന്ത് പഠിക്കുന്നു? അള്ളാന്റെ നിയമമാണെന്ന് കേട്ടപ്പോൾ അത് പിന്നെയാവാം. ഈ നിസ്കാരം ഏതായാലും തുടങ്ങാൻ തുടങ്ങിയല്ലോ, ഇതിങ്ങനെ പൂർത്തിയാക്കാം, ഇനി വരാൻ പോകുന്ന നിസ്കാരം പുതിയ ഖിബലയിലേക്കാക്കാം എന്ന് വെച്ചോ. നാം കാട്ടും പോലെ വാളിങ്ങനെ കേൾക്കും, പ്രസംഗങ്ങൾ കേൾക്കും. പക്ഷേ ഇതുവരെ ഇയാൾ പറഞ്ഞ ഈ പലിശയൊക്കെ ഇപ്പം തന്നെ ഒഴിവാക്കുകയാണെങ്കിൽ എത്ര കാശ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒലക്കും റുഊസ് അംവാലിക്കും. ആയത്ത് അങ്ങനെ അറിഞ്ഞത്. ഒലക്കും റുഊസ് അംവാലിക്കും. നിങ്ങളുടെ മുതലേ നിങ്ങൾക്ക് മടക്കി വാങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾ കടം കൊടുത്ത മുതലുണ്ടല്ലോ, അത് മാത്രമേ നിങ്ങൾക്കുള്ളൂ. ലാ തദ്ലിമൂന, നിങ്ങൾ ആരെയും ആക്രമിക്കരുത്. ലാ തുദ്ലമൂന, നിങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്യരുത്. പലിശയായിട്ട് വാങ്ങുന്നത് ഇന്നത്തോടു കൂടി സ്റ്റോപ്പായി. കുല്ലു ഷൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യത്തി തഹ്ത ഖദമയ്യ മൗദൂ. എൻ്റെ കാലിൻ്റെ താഴ്വരയിൽ ഞാൻ ഇത് ഒതുക്കി അമർത്തി, ഇതാ ഞാൻ നാമാവശേഷപ്പെടുത്തി. ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ളതായ എല്ലാ അനാചാരങ്ങളും അതിൽ പെട്ടതാണ് പലിശ. ഞാൻ ഉദാഹരണം പറയാണ്. അപ്പോൾ പലിശയാവട്ടെ, ഏത് തെറ്റുകളാവട്ടെ, നാം എന്തെങ്കിലും തെറ്റാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഖുർആനിലൂടെയോ സ്വീകാര്യോഗ്യമായ ഹദീസിലൂടെയോ നാം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നടപ്പാക്കണമെന്നതാണ് കേട്ടത്. അത് നാം നടപ്പാക്കാൻ തൻ്റെ ഇടമുള്ളവരായി മാറണം. മദീന സന്ദർശിച്ചു പോകുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ കാട്ടിയവരുടെ നാട്ടിലാണ് നിങ്ങൾ എത്തിയത്?
റസൂൽ എന്ത് പറഞ്ഞു? അങ്ങനെ തന്നെ കണ്ണടച്ച് വീഴുങ്ങൻ. അവിടെ എന്നെ ചോദ്യമില്ല, മറു ചോദ്യമില്ല. ഈ കാണുന്ന ഉഹദ് പർവ്വതം നിങ്ങളുടെ മുമ്പിലാണതാ. ആ ഉഹദ് പർവ്വതം ലോകത്തോട് ഓതുന്നതായ കഥകൾ വളരെ വിശാലമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഭിന്നിക്കരുത് മുസ്ലിങ്ങൾ എന്നത്. പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്നാണ് എന്ത്? മുസ്ലിങ്ങൾ ഭിന്നിക്കരുത് എന്നത്. മറ്റൊരു തത്വമാണ് അവിടുന്ന് പഠിപ്പിക്കപ്പെട്ടത്. വ്യക്തമായ നിയമം ഖുർആനിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗവേഷണം ചെയ്യരുത് എന്നത്. എന്ത്? ഗവേഷണം ചെയ്യരുത് എന്നത്. മനസ്സിലായില്ലേ? അപകടത്തിൽ പെടാൻ സാധ്യത എന്താണ്? ബുദ്ധി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. എവിടെ? വ്യക്തമായ നിയമത്തിൻ്റെ മുമ്പിൽ. അള്ളാഹ് 91 പ്രാവശ്യം തൗഹീദ് എന്ന പദപ്രയോഗം നടത്താണ്. അള്ളാഹ് 112 പ്രാവശ്യം ദുആ പ്രാർത്ഥന എന്ന പദപ്രയോഗം നടത്താണ്. അത് എന്നോട് മാത്രമേ പാടുള്ളൂ എന്നും പറയാണ്. എന്നിട്ട് പിന്നെ ശേഖരനും മുഹമ്മദ് ഹാജിയും ചർച്ച ചെയ്യേണ്ട വിഷയം ഇപ്പോൾ ആരാ ചർച്ച ചെയ്യുന്നത്? മുഹമ്മദ് ഹാജിയാ. അള്ളാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന്. മുഹമ്മദ് ഹാജിയാ. അതേ സമയത്ത് ഗവേഷണത്തിൻ്റെ വാതിലുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടപ്പെട്ടു എന്ന് പറയും ചെയ്യും. ഗവേഷണത്തിൻ്റെ വാതിൽ പൂട്ടപ്പെട്ടു. ഈ ഗവേഷണം ചെയ്യാൻ തീരെ പാടില്ലാത്ത വിശ്വാസപരമായ കാര്യത്തിൽ ഗവേഷണം ചെയ്യും. നോക്കിങ്ങൾ, അപകടത്തിൽപ്പെടുന്ന രൂപം നമ്മുടെ കൗമ്. ഗവേഷണം തീരെ ചെയ്യാൻ പാടില്ലാത്തൊരു വിഷയമാണെന്ത്? വിശ്വാസപരമായ കാര്യം, ആദർശം. അത് 5 10 10:15 9:45. എങ്ങനെ അള്ളാഹ് പറഞ്ഞു അങ്ങനെ സ്വീകരിക്കുക, എങ്ങനെ റസൂൽ പറഞ്ഞു അങ്ങനെ സ്വീകരിക്കുക. അള്ളാഹ് ഇറങ്ങും അർദ്ധരാത്രി, ഇറങ്ങുമെന്ന് വിശ്വസിക്കുക. എങ്ങനെ? അള്ളാഹു ആലം. അള്ളാഹ് ഇറങ്ങും എപ്പോൾ? അറഫയിൽ. എങ്ങനെ? അള്ളാഹു ആലം. തീർന്നു. അവിടെ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം. അങ്ങനെയുള്ള വിശ്വാസപരമായ കാര്യത്തിലാണ് ഇപ്പോൾ എന്തുള്ളത്? ബുദ്ധി ഉപയോഗിക്കുന്നത്. ബുദ്ധി ഉപയോഗിക്കാൻ അനുവദിച്ചെവിടെയാണ്? ഗവേഷണത്തിന് വിധേയമായ വിഷയത്തിൽ. അത് കഴിഞ്ഞ ദിവസത്തിൽ ചോദിച്ചല്ലോ, പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. 2 ദിവസം മുമ്പ് നടന്ന ക്ലാസ്സിൽ പങ്കെടുത്തവർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള വിധി എന്താണ്? അത് ഇപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഗവേഷണം ചെയ്തിട്ട് നമ്മുടെ നിയമങ്ങളിലേക്ക് ഖിയാസാക്കിയിട്ട് പണ്ഡിതന്മാർ വിധി പറഞ്ഞതുപോലെ വിധി പറയേണ്ടി വരും. കണ്ണ് മാറ്റാൻ പാടുണ്ടോ, കിഡ്നി മാറ്റാൻ പാടുണ്ടോ, ഖൽബ് മാറ്റാൻ പാടുണ്ടോ, ഹൃദയം എന്നൊക്കെ ചോദിക്കപ്പെട്ടാൽ അതൊക്കെ ഗവേഷണ വിധേയമായ വിഷയമാണ്. കാരണം അതെന്തില്ല, അന്ന് നിലവിലില്ല വിഷയം. ഇതല്ലല്ലോ, ഇത് ചർച്ച ചെയ്ത് ഖുർആൻ തീർത്ത് സംസാരിച്ച വിഷയമാണ്. അതിൽ വള്ളിക്കോ പുള്ളിക്കോ ചേഞ്ച് വരുത്താനോ കൂട്ടാനോ കുറക്കാനോ അവകാശമില്ല എന്ന ആയത്തും ഇറക്കി കഴിഞ്ഞു. അൽയൗമ, ഈ ദിവസത്തിൽ, അഥവാ നബി ലോകത്തോട് ലക്ഷത്തോട് സംസാരിക്കുന്ന അവസാനത്തെ നബിയുടെ അവസാനത്തെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ ഗണ്ണികകൾ അവസാനിച്ചു. അറഫയിലുള്ളതായ മസ്ജിദ് ഇബ്രാഹിം എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്ജിദ് നമിറ എന്ന പള്ളിയിലുള്ളതായ മെമ്പറിൽ നിന്നിട്ട് റസൂലുള്ള പ്രസംഗിച്ച് ഇറങ്ങി. അപ്പോഴാണ് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്നത്. പറയുന്നു, അൽയൗമ, ഇന്നത്തെ ദിവസത്തിൽ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം പൂർത്തിയായി. വഅത്മംതു അലൈക്കും നിഅമതി, അപൂർത്തിയായ മതത്തിൻ്റെ കാര്യത്തിൽ പിന്നെയും ഗവേഷണ വിധേയമായ അല്ലാത്ത വിഷയത്തിൽ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അത് മഹാവിഡ്ഢിത്തമാണ് എന്നത് ഈ ഉഹദ് പോർക്കളം പഠിപ്പിക്കുന്നു.